അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കര ലാഗ് അടുപ്പിച്ച് എല്ലാ ആക്ടേഴ്സും ആക്ച്വലി നല്ല ആക്ടേഴ്സ് ആയിരുന്നു. പിന്നെ വലിയ വലിയ ആക്ടേഴ്സും ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തിട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ കാസ്റ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് മൂവിയിൽ. അടിപൊളിയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല സിനിമ, നല്ല വർത്ത് സിനിമയാണ്. കിടിലമാണ്. ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ സിനിമയല്ല. അപ്പം എല്ലാവരും കാണണമെന്നാണ് ഞാൻ പറയൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിന്ന് കുറേ ചിരിച്ച സിനിമ, എനിക്ക് നല്ല ചിരി വന്ന സിനിമ, നല്ല സിനിമ, എല്ലാവരും കാണും. എല്ലാവരുടെ അഭിനയം ഇതില്ല, സൂപ്പർ. ആരെയും അങ്ങനെ ഒഴിരാണ് അങ്ങനത്തെ ഇല്ല. എല്ലാവരും ഒരു ബാലൻസിങ് ആയിട്ടാണ് പോയത്. എല്ലാവരും സൂപ്പറായിട്ട്. എടുത്തു പറയാൻ കോമഡി പോലെ ലുക്കും അതൊക്കെയും ഇല്ല നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. നല്ല എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരുന്നു. വലിയ ലാഗൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായി. കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല, പക്ഷേ എങ്കിൽ പോലും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. എന്താണ് അടിപൊളി, മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ലൊരു ഫിലിം തന്നെയാണ്. ഒരു വലിയ പ്രതീക്ഷയില്ലാതെ കയറിയതായിരുന്നു, പക്ഷേ നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. സോങ്സും കൊള്ളായിരുന്നു. സോങ്സും കേട്ടിരിക്കാൻ കുറച്ച് സുഖം തന്നെയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാമിലിയെക്കാട്ടും കൂടുതൽ മറ്റേ നമ്മുടെ പിള്ളേർക്ക് വന്നിരുന്ന് കണ്ട് രസിക്കാവുന്ന അടിപൊളി ഒരു സിനിമ തന്നെയാണ്. നല്ല രസമുണ്ട്. മൂവി അടിപൊളിയായിരുന്നു. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ മാരേജ് ചെയ്യുന്ന അത് നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് അതിനകത്ത് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളുടെ ലൈഫിനെ പറ്റി ആണ് എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അസല് എങ്ങനെയാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീയുടെ ശത്രു തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിന്നിട്ട് ആ ഒരു സ്ത്രീ അത് എങ്ങനെയാണ് അവളുടെ ലൈഫ് വീണ്ടും തിരിച്ചെടുത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് ഈ മൂവിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊരു കോമഡി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി ലാഗ് അടുപ്പിക്കുന്നില്ല. പിന്നെ ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു എല്ലാ രീതിയിലും. കാരണം ചിരിക്കാനുണ്ടായിരുന്നു, സങ്കടപ്പെടാനുണ്ടായിരുന്നു, അവസാനം സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും ഒരു അടിപൊളി, ഒരു ന്യൂജൻ 80s മിക്സ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കുറേ ഇൻഫർമേഷൻ തരുന്ന ഒരു അടിപൊളി മൂവി. എല്ലാവരും കാണുക. രസമുള്ള ഒരു പടം, നല്ലൊരു പുതിയൊരു ടീം, കൊള്ളാം. എല്ലാം കൊണ്ട് കോമഡിയൊക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പഴയൊരു മീര ജാസ്മിനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പടം തന്നെയാണ്. ഫാമിലി ആയിട്ടായാലും എനിക്കൊരു ഫാമിലിയെക്കാട്ട് കൂടുതൽ നമ്മുടെ പുതിയ പിള്ളേർക്കാണ് ഇത് കണ്ടിരിക്കുന്നത്. കോമഡിക്ക് അത്യാവശ്യം നല്ല പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കുഴപ്പമില്ല, എന്റർടൈൻഡ് ആണ്. അത്രയ്ക്ക് ഇല്ല, പക്ഷെ നല്ലൊരു എന്റർടൈൻഡ് മൂവിയാണ്. നല്ലൊരു മൂവിയാണ്.